ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ നിന്നെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നിന്റെ രൂപം ദൈവത്തിന് അജ്ഞാതമായിരുന്നില്ല. നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ കണ്ണുകൾ നിന്നെ കണ്ടു. വളരെ കൃത്യതയോടെ, ശ്രേഷ്ഠതയോടെ, വളരെ കൃത്യതയോടെ ആ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദാവീദ് എന്താ പറയുന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ പിറക്കുമ്പോ തന്നെ അവൻ പാപിയാ, ജന്മപാപം. ആ പാപത്തിനെല്ലാം ആ ക്രിസ്തു പരിഹാരം ചെയ്തു. അപ്പോൾ ഒരു മനുഷ്യൻ ഭൂമിയിൽ പിറക്കുമ്പോൾ അത് ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ട്, ദൈവത്തിന്റെ കൃപയും സ്നേഹത്താലാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പിറക്കുന്നത്. മനുഷ്യന്റെ കഴിവ് കൊണ്ടാണ് ഒരു മനുഷ്യൻ പിറക്കുന്നതെങ്കിൽ ഒരേ തരത്തിലുള്ള ഒട്ടനവധി മനുഷ്യൻ ലോകത്തിലുണ്ടാകുമായിരുന്നുണ്ടോ? ലോകത്തിൽ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഏതൊരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങളെ പോലെ ഒരാളെ ഈ ലോകത്ത്, ഈ രാജ്യത്ത് എവിടെയെങ്കിലും തെരഞ്ഞാൽ നിങ്ങളെ പോലെ ഒരാളെ കാണുമോ? ഇല്ലല്ലോ. ഒരു ഭൂമിയുടെ അങ്ങേയറ്റത്ത് ഒരമ്മ പ്രസവിച്ചാൽ, ഭൂമിയുടെ ഇങ്ങേയറ്റത്ത് വേറൊരമ്മ പ്രസവിച്ചാൽ ഒരിക്കലും ഒരാളെ പോലെ പിറക്കപ്പെടുന്നില്ലല്ലോ. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്നതിന്റെ അടയാളമാണ്. ഒരിക്കലും ഒരാളെ പോലെ മറ്റൊരാളെ ഭൂമിയിൽ പിറക്കുന്നില്ല. ജെറമിയ 29:11 ഇങ്ങനെയാ പറഞ്ഞത്: ഓരോ മനുഷ്യനെ കുറിച്ചും ദൈവത്തിന് പ്രത്യേകമായ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്താലാണ് എല്ലാ മനുഷ്യരും പിറക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ദൈവമാണ് നമ്മുടെ സൃഷ്ടാവായ ദൈവം. അപ്പോ അതിനാൽ തന്നെ ഈ സുവിശേഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഭൂമിയിൽ പിറക്കപ്പെട്ട എല്ലാവരും ദൈവത്തിന്റെ ഛായയിൽ